ഞാൻ സീമാജി നായർ. കേരളത്തിൽ സ്പോർട്സിന് ഒരുപാട് വളക്കൂറുള്ള മണ്ണാണ്. പക്ഷെ ഫുട്ബോളിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അവർക്ക് താല്പര്യമുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ IM വിജയൻ സാറിനെ പോലുള്ള ഒരുപാട് പേര് ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കല്ലറ കെൽ ഫൗണ്ടേഷനും സ്പർശനം ആർട്സും കൂടെ ചേർന്നിട്ട് ഒരു സംയുക്തമായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത്. ഈ സ്പർശനം ആർട്സ് ചാനലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഏകദേശം ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കളിക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം അവര് 50,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 200-ലധികം കളിക്കാരെയാണ് അവര് ഇതിനു വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഇന്റർവ്യൂവും അല്ലെ അവര് ഇതിന് കൊടുക്കുന്ന ഒരു അറ്റൻഷനും ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കല്ലറക്കൽ ഫൗണ്ടേഷനും അതുപോലെ തന്നെ സ്പർശനം ആർട്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ ആന്റണി കല്ലറക്കലിനെ സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹം കാൽപന്ത് കളിയിലെ കമനീയത ഇഷ്ടപ്പെട്ട് മുണ്ടക്കയത്തെ ചെറുമൈതാനങ്ങളിൽ പന്ത് തട്ടിയിരുന്ന ഒരു ചെറുപയ്യനായിരുന്നു. തുടർന്ന് മലപ്പുറം, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ജീവിതം മുമ്പോട്ട് നീങ്ങിയപ്പോൾ തൻ്റെ സിരകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കാൽപന്ത് കളിയിലെ കമനീയത വീണ്ടും തട്ടി ഉണർത്തി. അങ്ങനെ ഫുട്ബോളിനെ, പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരങ്ങളിലെ ഫുട്ബോളിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമവുമായി കല്ലറക്കൽ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അതോടൊപ്പം സ്പർശനം ആർട്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏകദേശം 50,000 കിലോമീറ്ററിന് മുകളിൽ പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയോടൊപ്പം 200ഓളം പ്രഗത്ഭ ഫുട്ബോൾ കളിക്കാരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രഗത്ഭമായ പദ്ധതി, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സേവനങ്ങളോട് മുമ്പോട്ട് പോകുന്നു. സ്വാഗതം ആശംസിക്കാനായി സാദരം ക്ഷണിക്കുന്നു. ശ്രീ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ഇങ്ങനൊരു പ്രോഗ്രാമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ 4 വർഷത്തോളമായി ഫുട്ബോളിൻ്റെ പുറകെയുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ. ഏറെക്കുറെ അനിൽ പറഞ്ഞതുപോലെ 50,000-ത്തിനടുത്ത് കിലോമീറ്ററാണ് ഞങ്ങൾ കേരളത്തിൽ യാത്ര ചെയ്തത്. വലുതും ചെറുതുമായ ഒരുപാട് അക്കാഡമികൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് കളിക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് കോച്ചുമാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയൊക്കെ സഞ്ചരിച്ച് എൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇങ്ങനൊരു ഫൗണ്ടേഷൻ തുടങ്ങണമെന്നതിനെ പറ്റി ആലോചിക്കുന്നതും ഇങ്ങനൊരു ഫൗണ്ടേഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായി ഒരു അവാർഡ് കൊടുത്തു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നമ്മൾ 4 അവാർഡുകളാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷം നമ്മളൊരു സ്പെഷ്യൽ അവാർഡ് കൊടുത്തിരുന്നു. അതേപോലെ ഈ പ്രാവശ്യം നമ്മൾ ഏകദേശം 18 അവാർഡുകളാണ് കൊടുക്കുന്നത്. അതിൽ 4 ടീമുണ്ട്. 4 ടീമെന്ന് പറയുമ്പം 80ഓളം പെൺകുട്ടികളാണ്. 13 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള 80ഓളം പെൺകുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന നമ്മുടെ ബാല്യ കുഞ്ഞുങ്ങൾ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം ഉറച്ചു പറയുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് കപ്പ് മെൻസ് ക്വാളിഫൈ ചെയ്യില്ലോ എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ഗേൾസ് വേൾഡ് ഫുട്ബോളിൽ ക്വാളിഫൈ ചെയ്തിരിക്കും. ആ രീതിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഗേൾസ് ഫുട്ബോളിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഏഷ്യൻ ഗെയിംസിൽ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസിലല്ല, ഏഷ്യൻ ഫുട്ബോൾ കപ്പിൽ. അതേപോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അവരെ ഈ വളർന്നു വരുന്ന സമയത്ത് കൈപിടിച്ച് നടത്താൻ സംഘടനകൾ തയ്യാറാവണം, സർക്കാരുകൾ തയ്യാറാവണം. കാരണം ഒരാൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല. ആ വരുന്ന വഴിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫുട്ബോളിലേക്ക് വരുന്ന 90% കുഞ്ഞുങ്ങളും
ബിലോ ഇൻകം കാറ്റഗറിയിലെ കുഞ്ഞുങ്ങളാണ് വരുന്നത്. ബിലോ ഇൻകം കാറ്റഗറിയിലെ കുഞ്ഞുങ്ങൾ, അവർക്കൊന്നും ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിലെ അക്കാഡമികൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. പിന്നെ അവിടെ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അതേപോലെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടിയതെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് നേടിയതാണ്. ഈ സമൂഹത്തിൽ നിന്ന് നേടിയതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ നേടിയതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചെങ്കിലും ഈ സമൂഹത്തിലേക്ക് തെറിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അംബാനിയോ അഡാനിയോ ഒന്നുമല്ല, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ വലിയ ഭദ്രതയുമില്ല. പക്ഷേ നമ്മളിത് ചെയ്യുന്നത് ആ ഇല്ലായ്മയിൽ നിന്ന്. ഇതിനെല്ലാം എനിക്കൊരു പ്രേരണ സ്രോതസ്സുണ്ട്, അതാണ് എൻ്റെ അമ്മ. പട്ടിണി കിടന്ന കാലത്തും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതേപോലുള്ള ഒരു എനർജിയിൽ നിന്നാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, അങ്കമാലിക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷിയോ പോൾ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അങ്കമാലിയിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ട് ആദ്യമായി പരിചയപ്പെട്ട ഒരാളാണ്. സ്കൂളിൽ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ ചാരിറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടാണ് 2013. അന്ന് മുതലുള്ള പരിചയമാണ്. പലപ്പോഴും പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പലയിടത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ നമ്മുടെ പ്രിയപ്പെട്ട MLA റോജി എം ജോൺ. ശരിക്കും പറഞ്ഞാൽ യുവത്വത്തിൻ്റെ പ്രതീകമാണ് റോജി എം ജോൺ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ രാവിലെ ജിമ്മിൽ കാണാറുണ്ട് ഡെയിലി. പുള്ളി ഡെയിലി ഒരു 1.5 മണിക്കൂറൊക്കെ അവിടെ വന്ന് ശരിക്കും കസരത്ത് ചെയ്ത് ആരോഗ്യത്തെ നിലനിർത്താനും അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അങ്കമാലി മേഖലയിൽ വളരെയധികം ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ മേഖലയിലും ഓരോ സ്ഥലത്തും എത്തിപ്പെടേണ്ടിടത്തെല്ലാം എത്തിപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു MLA ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് മുഖ്യപ്രഭാഷണം നൽകാനിവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുന്ന ആലുവ MLA. അദ്ദേഹത്തെ ഞാൻ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, എങ്കിലും വളരെ എനർജറ്റിക്കായ ഒരു MLA ആണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി MO ജോണേട്ടനാണ്. ജോണേട്ടൻ ആലുവ മുനിസിപ്പൽ ചെയർമാനാണ്. ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്കൊരു ആദരവും തന്നാണ് അദ്ദേഹം ആലുവയിൽ വെച്ച്. അപ്പോൾ ജോണേട്ടനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അച്ഛൻ ഫാദർ ഡോക്ടർ ജോണി ചാക്കോ മംഗലത്ത് ഡിസ്റ്റിൻ്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിനെന്താ നമുക്കിവിടെ വെച്ച് പ്രോഗ്രാം നടത്താം എന്നുള്ള ആ ഒരു ധൈര്യം, അതൊരു സ്നേഹമാണ്, ഒരു വാത്സല്യമാണ് ആക്ച്വലി അത്. കാരണം ഒരാളൊരു പ്രവർത്തനം ചെയ്യുന്നു, ആ പ്രവർത്തനത്തിനെ കാണാനും അത് മനസ്സിലാക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ആ ഒരു മനസ്സ് അതെല്ലാവർക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർട്ടികൾ ഉള്ളത് കൊണ്ടോ അങ്ങനെ ചെയ്തോണമെന്നില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കാണിച്ച ആ അച്ഛന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും, അവാർഡ് ജേതാക്കളായി ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും, അതുപോലെ മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറായ സിറാജ് കാസിം, അതുപോലെ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ യാദർശികമായിട്ട് എയർപോർട്ടിൽ വെച്ചാണ് ജോബി മാത്യുവിനെ കാണുന്നത്. ഖേലോ ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ ജയിച്ച് തിരിച്ചു വന്നപ്പോൾ ഏലിയാസാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, സാറൊന്ന് കാണണം. ഞാൻ ഉടനെ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തു. അപ്പം തന്നെ എനിക്ക് തോന്നി ഈ വർഷത്തെ സ്പെഷ്യൽ അവാർഡിന് ഇതിൽ നല്ലൊരു ഒരു മത്സരാർത്ഥിയെ എനിക്ക് കിട്ടാനില്ല. അപ്പം തന്നെ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, ഇദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ അവാർഡ്. അപ്പോൾ ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തർക്കും, അതുപോലെ നമ്മളുടെ ഈ അവാർഡ് ജൂറി കമ്മിറ്റി, മാതൃഭൂമിയുടെ റിട്ടയർഡ് ബ്യൂറോ ചീഫായിരുന്ന മിസ്റ്റർ MP സുരേന്ദ്രൻ സാറ്, നമ്മുടെ മുൻ ഇൻ്റർനാഷണൽ CC ജേക്കബ് സാറ്, MM ജേക്കബ് സാറ്, ഇട്ടിമാത്തി സാറ്,
ഇവരെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.